ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായിട്ടുള്ള മഡ് പിറ്റ് ടാസ്ക് ആയിരുന്നു അവർക്ക് കൊടുത്തത്. മിഡ് വീക്ക് എവിക്ഷനിൽ സെലക്ട് ആയ 6 പേർക്ക് വേണ്ടി സഹായികളാണ് ആ ഒരു മഡ് പിറ്റിൽ ഇറങ്ങി മത്സരിച്ചത്. ആ ഒരു ഗെയിമിൽ അനീഷ് തെരഞ്ഞെടുത്ത 2 പേര്, സഹായികളായിട്ട് തെരഞ്ഞെടുത്ത 2 പേര് അപ്പാനി ശരത്തും അനുമോളുമാണ്. ആശയപരമായി പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഈ ടാസ്കിൽ അനീഷിനോടൊപ്പം നിന്ന് അനീഷിന് വേണ്ടി കട്ടയ്ക്ക് മത്സരിക്കുക എന്ന നിലപാട് തന്നെയായിരുന്നു 2 പേർക്കും. എങ്കിലും എനിക്കൊരു കാര്യം പ്രേക്ഷകരോട് പറയണം, കാരണം നമ്മളത് ലൈവിൽ വൃത്തിക്ക് കണ്ടിട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നാളെ ഇതൊരു പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് പറഞ്ഞില്ല എന്ന് വരരുത്. ഈ ഒരു ടാസ്കിന്റെ റൂൾസ് പ്രകാരം വെള്ളമുള്ള ഓരോ കണ്ടെയ്നർ വെച്ചിട്ടുണ്ടാവും, അതിനപ്പുറത്ത് സേഫ്റ്റി ഗിയർ ഉണ്ട്. ആ ഒരു വെള്ളത്തിന്റെ കീ തപ്പിയെടുത്ത്, ആ ഒരു വെള്ളത്തിൽ നിന്ന് കീ തപ്പിയെടുത്ത് അപ്പുറത്ത് ബോക്സിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എറിഞ്ഞു കൊടുക്കണം. അവര് സേഫ്റ്റി ഗിയർ ഇട്ട് മണ്ണിൽ ഇറങ്ങണം. മൊത്തം 4 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഗെയിമിൽ അപ്പാനി ശരത്തിന്റെ ഡ്യൂട്ടി വെള്ളത്തിൽ നിന്ന് കീ തപ്പിയെടുത്ത് അനുമോൾക്ക് കൊടുക്കുക എന്നൊരു കാര്യമായിരുന്നു. 4 മിനിറ്റ് സമയമായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണിൽ ആദ്യം ഇറങ്ങിയത് ശൈത്യയാണ്. ഓരോരുത്തരും അത് കഴിഞ്ഞ് ഇറങ്ങി. പക്ഷെ അനുമോൾക്കും അപ്പാനിക്ക് മാത്രം കറക്റ്റ് കീ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കീ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാച്ച് ആവുന്നില്ല. 4 മിനിറ്റിൽ 2 മിനിറ്റോളം തീർന്ന ശേഷമാണ് അനുമോൾ മഡ്പിറ്റിലേക്ക് ഇറങ്ങിയത്. ഇതിനകത്ത് ഇപ്പൊ കളി ഉഴപ്പിക്കളിച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ലൈവിൽ ഇത്രയും ക്ലിയർ ആയിട്ട് സംഭവം കാണിച്ചിരുന്നു, ഫോക്കസ് ചെയ്ത് തന്നെ കാണിച്ചിരുന്നു. ഒരു ഗിയോ മറ്റോ അനുമോൾക്ക് കിട്ടിയപ്പോൾ അപ്പാനി അനീഷ് അത് സെലിബ്രേറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അനീഷിന് പോലും ഇങ്ങനെ ഒരു അഭിപ്രായം വരാൻ ചാൻസ് ഇല്ല, ഇവർ ഉഴപ്പിക്കളിച്ചു എന്നുള്ളത്. എന്തായാലും കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ടാസ്കിന്റെ റിസൾട്ട് എന്താവും എന്ന് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.